ഹായ്. ഈ പർദ്ദ യൂസ് ചെയ്യുന്നവരുടെ കയ്യിൽ ഇതുപോലുള്ള ഒരുപാട് ഷോളുകളുണ്ടാവും ഉപയോഗിക്കാതെ കിടക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഷോൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാൻറ്റ് തയ്ച്ചെടുക്കാം. ഇനി ഈ പർദ്ദ ഷോളാകുമ്പോൾ അധികം കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട്. ആ ലൈനിങ് നമ്മൾ നാലാക്കി മടക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഏത് പാൻറ്റിൻ്റെ ലെങ്ത്തിലാണോ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ പാൻറ്റ് അതിന് മുകളിൽ വെക്കുക. എന്നിട്ട് കറക്റ്റ് ചുളിവൊന്നുമില്ലാതെ കറക്റ്റാക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കണം. ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് നമ്മൾ അത് ലൈന് വരയ്ക്കുക. അതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിന് അങ്ങനെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ലൈനിങ് കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി നമ്മൾ പർദ്ദ ഷോളുകൾ എടുക്കുക. അപ്പോൾ ഇതിന് ഒരു ഷോൾ കൊണ്ട് നമുക്കൊരിക്കലും ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 2 ഷോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ 2 ഷോളും കൂടെ ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ലെങ്ത്തിൽ ഈ ഷോള് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിനേക്കാളും എക്സ്ട്രാ ലെങ്ത്ത് ഷോളിന് എടുക്കണം. ഇനി ഷോളും അതുപോലെ ലൈനിങ്ങും ഒരുമിച്ച് വെച്ച് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. 2 പാർട്ടും ആദ്യം വേറെ വേറെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ജോയിൻ ചെയ്യാറാണ് സാധാരണ പാൻറ്റിന് ചെയ്യാറ്. ആദ്യം ഷോളും ലൈനിങ്ങും വേറെ വേറെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത 2 പാർട്ടും കൂടെ ഒരുമിച്ച് യോജിപ്പിക്കാം. അപ്പോൾ പർദ്ദ ഷോൾ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി പലാസോ പാൻറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഐഡിയാസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.